ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് രേവതി. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോയ്ക്ക് ഒരു കുട്ടി കമൻറ്റ് ഇട്ടിരുന്നു. അമൽ കൃഷ്ണ എന്നായിരുന്നു കുട്ടിയുടെ ഐഡിയുടെ പേര്. അപ്പോൾ ആ കുട്ടി ഈ ഒരു വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല. കാണുവാണെങ്കിൽ ഒരു കമൻറ്റ് എന്തായാലും ഇടണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കമൻറ്റ് ഇട്ടതിന് താങ്ക്സ് പറയാണ്. കാരണം എൻ്റെ ഒരു പുതിയ ചാനലാണ്, വീഡിയോസൊന്നും അധികമായിട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ ടീച്ചിങ് എക്സാംസ് ഒക്കെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ കേറ്റിട്ട് LP UP അതുപോലെ DLED കോഴ്സ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഞാൻ പോകാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഇപ്പോൾ ന്യൂ ചാനൽ ആയതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ ആണെങ്കിലും കുറവാണ്. അപ്പോൾ ഓരോരുത്തരും 1-2 കമൻറ്റൊക്കെ ഇടുമ്പോൾ എനിക്ക് അത് വളരെ സന്തോഷമാണ്. അപ്പോൾ ആദ്യം തന്നെ അതിന് താങ്ക്സ് പറയാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞിരുന്നത് സെമ്മ് ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഇടാമോ എന്നാണ് എന്നോട് ചോദിച്ചിരുന്നത്. അപ്പോൾ ഓരോ സെമ്മിൽ നിന്നും യൂണിറ്റ് ബേസ്ഡ് ക്ലാസ്സുകൾ പോകുവാണെങ്കിൽ ഫസ്റ്റ് സെമ്മിൽ തന്നെ നമുക്ക് 6 യൂണിറ്റ് ഉണ്ട്, സെക്കൻഡ് സെമ്മിൽ വീണ്ടും 6 യൂണിറ്റ്, തേർഡ് ഫോർത്തിൽ വീണ്ടും 3 യൂണിറ്റ്സ് വെച്ചാണ് വരുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ നിങ്ങൾ കേൾക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് സമയമില്ല. ഈ യൂണിറ്റ് ഫുള്ള് കേട്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് മൊത്തം കേട്ട് തീർക്കാനും പറ്റില്ല, ലാഗായിട്ട് തോന്നും, നിങ്ങൾ സ്കിപ്പ് അടിക്കും. അപ്പോൾ അതിലും ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആകുന്നത് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. മാത്സ് മെയിൻ എക്സാമിന് വരുമെന്ന് ഉറപ്പുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മസ്റ്റായിട്ട് വരും എന്ന് ഉറപ്പുള്ള ടോപ്പിക്സ് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ പോകുന്നത്. അപ്പം ഞാൻ ഒരു ക്ലാസ്സിൽ 1 അല്ലെങ്കിൽ 2 ടോപ്പിക്സ് ആണ് തരുന്നത്. അതും ചെറിയ ക്ലാസ്സുകളാണ്. അപ്പം നിങ്ങൾക്ക് ലാഗടിക്കില്ല, പെട്ടെന്ന് തന്നെ കണ്ടു തീർക്കാം, സ്കിപ്പ് ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ടോപ്പിക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു രീതിക്കാണ് ക്ലാസ് പോകുന്നത്. അപ്പോൾ ഏറ്റവും യൂസ്ഫുൾ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ടോപ്പിക് വൈസ് ക്ലാസ്സുകളാണ്. തേഴ്സ്ഡേ ആണ് എക്സാം വരുന്നത്. അപ്പോൾ എക്സാമിൻ്റെ തലേദിവസം വരെ ഞാനിങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കാം മാത്സ് റിലേറ്റഡ് ആയിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും എക്സാം പാസ്സാകാനൊക്കെ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഗണിത പഠനവും ഗണിത ലാഭവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, കുറേ സംസാരിച്ച് ലാഗാക്കിയത് എനിക്കറിയാം, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗണിത പഠനവും ഗണിത ലാഭവും എന്ന ടോപ്പിക്കാണ്. ഗണിതത്തിൽ പഠനോപകരണങ്ങളുടെ പ്രാധാന്യം. നമുക്ക് ആദ്യം തന്നെ അത് നോക്കാം. പഠന പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥിയുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കാൻ പഠനോപകരണങ്ങൾ അനിവാര്യമാണ്, അല്ലേ? മാത്സ് എന്ന് പറയുന്ന മറ്റ് സബ്ജക്ട്സ് പോലെയല്ല. പഠനോപകരണങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് അതിനായിട്ട് ഇൻസ്ട്രുമെന്റ് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ തന്നെ ഉള്ളത് വരെയും മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണല്ലേ. അപ്പോൾ പഠന പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥിയുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കാൻ പഠനോപകരണങ്ങൾ അനിവാര്യമാണ്. സ്വയം പഠനത്തിനും പരീക്ഷണങ്ങൾക്കും അവസരമൊരുക്കുന്ന ഗണിത ലാബുകൾ പഠനത്തെ എളുപ്പമാക്കുന്നു. വ്യത്യസ്തമായ പഠനോപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഗണിത പ്രവർത്തനങ്ങളെ കൂടുതൽ രസകരവും ആകർഷകവുമാക്കുന്നു. സ്വന്തം അനുഭവങ്ങളിലൂടെ ഗണിതാശയങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ഇത് കുട്ടികളെ സഹായിക്കുന്നു. അപ്പോൾ ഗണിത പഠനത്തിൽ പഠനോപകരണങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടല്ലേ. കുട്ടികൾക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെ തന്നെ ആണ് അതിലെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. സജീവ പങ്കാളിത്തം ഒരു കുട്ടി കൊടുക്കുന്നത് പോലെ പഠനോപകരണങ്ങൾ, സജീവമായ ഒരു പങ്കാളിത്തം പഠനോപകരണങ്ങൾക്കും ഉണ്ട് മാത്സിൽ. അതുപോലെ സ്വയം പഠനം, സ്വയം പഠനത്തിനും പരീക്ഷണങ്ങൾക്കൊക്കെ അവസരമൊരുക്കുന്നുണ്ട് എന്ത് ലാബുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വ്യത്യസ്തമായ പഠനോപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഗണിത പ്രവർത്തനങ്ങളെ കൂടുതൽ രസകരവും ആകർഷകവുമാക്കും. അപ്പോൾ ഗണിത പഠനത്തിൽ പഠനോപകരണങ്ങളുടെ പ്രാധാന്യം അതായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഒരു പുസ്തകം പോലെ തന്നെ അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ പങ്കാളിത്തം പോലെ തന്നെ എന്താണ്, പഠനോപകരണങ്ങളുടെയും സജീവമായ പങ്കാളിത്തം ആവശ്യമാണ്. സ്വയം പഠനവും അതുപോലെ തന്നെ പരീക്ഷണങ്ങൾക്കൊക്കെ അവസരം ഒരുക്കുന്നതാണ് ഗണിത ലാബുകൾ. വ്യത്യസ്തമായ പഠനോപകരണങ്ങൾ കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ വളരെ ലളിതമാകാനും രസകരമാകാനും ആകർഷകമാകാനൊക്കെ സഹായകമാകുന്നുണ്ട്. അതുപോലെ സ്വന്തം അനുഭവങ്ങളിലൂടെ ഗണിതാശയങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ഇത് കുട്ടികളെ സഹായിക്കുന്നുണ്ട്. സ്വന്തമായി ഉപകരണങ്ങൾ ഉപയോഗിച്ച്, മെറ്റീരിയൽസ് ഉപയോഗിച്ച് കുട്ടി പഠിക്കുകയാണ് അവിടെ ചെയ്യുന്നത്, അല്ലേ? അപ്പൊ സ്വന്തമായ അനുഭവങ്ങളിലൂടെ ഗണിതാശയങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയാണ് കുട്ടി ഇവിടെ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഗണിത ലാബ്. പ്രധാനമായും 3 രീതികളിലാണ് പഠനം നടക്കുന്നത്. നമുക്കറിയാം, ദൃശ്യപരം, ശ്രവ്യപരം, ശാരീരിക ചലനപരം, അല്ലെ? വിഷ്വല്, ഓഡിറ്ററി, കൈനസ്തെറ്റിക്, അല്ലെ? ഈ രീതികളൊക്കെയാണ് നമ്മൾ പ്രധാനമായും പഠനം നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്.
പഠനം പ്രധാനമായും 3 രീതികളിലാണ് നടക്കുന്നത്. ദൃശ്യപരമായി നടക്കുന്നു, ശ്രവ്യപരമായിട്ട് നടക്കുന്നു, ശാരീരിക ചലനപരമായിട്ട് കണ്ടുപഠിക്കുന്നു, കേട്ടുപഠിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ഒക്കെ ആണെങ്കിൽ ശാരീരിക ചലനപരമായിട്ടുള്ള ഒരു രീതിയും അവിടെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഗണിത ലാബിൽ ഇതെല്ലാം ഉണ്ട് അല്ലെ? ഈ 3 രീതികളെയും സംയോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇടമാണ് ഗണിത ലാബ് എന്ന് പറയുന്നത്. ചെയ്തു പഠിക്കുക, ലേണിംഗ് ബൈ ഡൂയിങ് എന്ന തത്വത്തിലൂന്നിയതാണ് ഗണിത ലാബ്. അപ്പോൾ ഈ ദൃശ്യപരം, ശ്രവ്യപരം, ശാരീരിക ചലനപരം എന്നീ 3 രീതികൾ പ്രധാനമായും പഠനത്തിലുണ്ട്. ഈ 3 രീതികളും സംയോജിപ്പിച്ചുകൊണ്ടുള്ളതാണ് എന്ത് ഗണിത ലാബ്. ചെയ്തു പഠിക്കുക, ലേണിംഗ് ബൈ ഡൂയിങ് എന്ന തത്വത്തിലൂന്നിയതാണ് ഗണിത ലാബ്. ഇത് പഠനത്തെ കൂടുതൽ ആസ്വാദ്യകരമാക്കുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഗണിതശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഗണിത ലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 തരത്തിലുള്ള പഠന രീതികളും ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്ത് പഠിക്കുക എന്ന തത്വത്തിലേക്ക് കുട്ടിയെ നയിക്കുകയാണ്. ആസ്വാദ്യകരമായിട്ടുള്ള ഒരു പഠനം കുട്ടിക്ക് അവിടെ സാധ്യമാകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ. ഗണിത ലാബിന്റെ പ്രയോജനങ്ങൾ. ഗണിതത്തോടുള്ള ഭയം കുറയ്ക്കാൻ സഹായിക്കുന്നു. അമൂർത്തമായ ഗണിത ആശയങ്ങളെ മൂർത്ത രൂപത്തിൽ കാണാൻ സഹായിക്കുന്നു. വിദ്യാർത്ഥികളിൽ സഹകരണ മനോഭാവവും ടീം വർക്കും വളർത്തുന്നു. സൃഷ്ടിപരമായ ചിന്തകൾക്ക്, ക്രിയേറ്റീവ് തിങ്കിങ്ങിന് അവസരം നൽകുന്നുണ്ട്. അപ്പോൾ ഗണിത ലാബിന് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഗണിത ലാബ് എന്താണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് സ്വന്തമായിട്ട് ഇതിന്റെ പ്രയോജനങ്ങൾ എഴുതാവുന്നതേ ഉള്ളൂ അല്ലേ? ഭയം കുറയുന്നുണ്ട്. അമൂർത്തമാണ് ഗണിതം, അത് മൂർത്ത രൂപത്തിലായി ആക്കി പഠിക്കാൻ കുട്ടിക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ടീം വർക്ക്, സഹകരണ മനോഭാവം. ടീം വർക്ക് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ സഹകരണാത്മകമായിട്ടുള്ള ഒരു പഠനമാണ്. അപ്പൊ സഹവർത്തിതമായിട്ടുള്ള ഒരു പഠനത്തിനുള്ള മനോഭാവം ടീം വർക്കിലൂടെയൊക്കെ കുട്ടിക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ക്രിയേറ്റീവ് തിങ്കിങ്ങിനെല്ലാം അവസരം ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗണിത ലാബിനെ കുറിച്ച് നോക്കി, അതുപോലെ ഗണിത പഠന ഉപകരണങ്ങളെ കുറിച്ചും നോക്കി. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. അപ്പോൾ താങ്ക്